എവിഡൻസിന്റെ അഭാവമാണ്. മൂന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം തെളിവ് നശിപ്പിക്കലിന് കുറ്റക്കാരനാണെന്ന് കണ്ടു. അതേസമയം ഒന്നാം പ്രതി ഗ്രീഷ്മയെ തട്ടിക്കൊണ്ടുപോകലിനും അതുപോലെ വിഷം കൊടുത്ത് കൊലപാതകം നടത്തിയതിനും പിന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അന്വേഷണ വേളയിലും അല്ലാതെയും തെറ്റിദ്ധരിപ്പിച്ചതിനുമാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നാളെ ഈ ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കുന്നതിന് വേണ്ടി വിചാരണ വച്ചിരിക്കുകയാണ്. ഏകദേശം 500-ലേറെ പേജുകളുള്ള ഒരു വിധിന്യായമാണ് ഇന്ന് തയ്യാറാക്കി ജഡ്ജി ഈ കോടതി ഇന്നത് ശിക്ഷ പ്രഖ്യാപിച്ചത്. ബാക്കി വാദം നാളെയാണ്. വിധി വന്നല്ലോ, അതായത് ശിക്ഷാവിധി പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു വാദം കഴിഞ്ഞതിന് ശേഷം ആണ് കോടതി ഒരു അപൂർവമായ കേസായിട്ട് താങ്കൾ പറയുന്നുണ്ടോ? അല്ല, വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനിയൊരു വിലയിരുത്തലും കൂടെ നടത്തണം. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടും കൂടെയൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം അങ്ങനെയുള്ളൊരു കേസാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ കോടതി വാദം നടത്തേണ്ടത്. ഈ മൂന്നാം പ്രതിക്ക് ചുമത്തിയുള്ള കുറ്റം പ്രകാരം എത്ര വർഷം വരെ പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് തെളിവ് നശിപ്പിക്കൽ എന്ന് പറയുന്നത്? മൂന്നാം പ്രതിക്ക് എതിരായിട്ട് 7 വർഷം വരെ അങ്ങേറ്റം ശിക്ഷ ലഭിക്കാവുന്നതാണ്. അതായത് സിദ്ധു എന്ന് പറയുന്നത് ഈ ഗ്രീഷ്മ കൊടുത്ത വിഷം കാപ്പിക് എന്ന് പറഞ്ഞ ആ ഒരു കളനാശിനി അത് മറ്റൊരു റബ്ബർ പുരയിടത്തിലേക്ക് വലിച്ചെറിയുന്നതിന് നേരിട്ട് അവർക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ള ഒരു ഇതാണ്. അത് പ്രതിയുടെ ഒരു കുറ്റസമ്മതം എന്നുള്ളതല്ലാതെ, കുറ്റസമ്മതം കോടതിയിൽ തെളിവായിട്ടെടുക്കില്ല. അപ്പോൾ അതല്ലാതെ മറ്റ് തെളിവുകളുടെ അഭാവം ഇതിനകത്തുണ്ടായിരുന്നു.